ഇനി ഏതൊരു പ്ലാന്റ്സ് ആയാലും അത് കേരളത്തിൽ കായ്ക്കുന്നതോ പൂക്കുന്നതോ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കായ്ച്ചിരിക്കും, പൂക്കുകയും ചെയ്യും. അതിനുള്ള സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഏത് തരത്തിലുള്ള വലിയ മരങ്ങൾക്കും മികച്ച കായ്ഫലം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് മാക്സി ക്രോപ്പ് പ്ലസ് എന്ന് പറയുന്നത്. പച്ചക്കറി വളർത്തുന്ന ഒരു കർഷകന് ഇത് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കായ് അല്ലെങ്കിൽ ഫലം അല്ലെങ്കിൽ പച്ചക്കറിയിൽ നിന്ന് ആ മനുഷ്യൻ കൺസ്യൂം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ദോഷം വരാത്ത രീതിയിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ്. അപ്പോൾ അതിന് നമുക്ക് ഓർഗാനിക് വെജ് പ്ലസ് എന്ന പ്രോഡക്റ്റ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഹൊവറ്റിൻ്റെ പെറ്റ്സിന് എല്ലാ പെറ്റ്സിനും കൊടുക്കാവുന്ന മെഡിസിനാണ് ഹൊവറ്റിൻ്റെ ക്യൂർവെറ്റ് 1 എന്ന് പറയുന്നത്. അവരുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഡെവലപ്പ് ചെയ്യാനായിട്ടും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹനമൊക്കെ ഒന്ന് കറക്റ്റ് ആവാനും മൊത്തത്തിൽ ശരീരം നന്നാവാനും ഇതിനുമായിട്ട് നമുക്ക് കൊടുക്കാവുന്ന മെഡിസിനാണ് ഹൊവറ്റിൻ്റെ ക്യൂർവെറ്റ് 1. ഇവിടെ നമുക്കിപ്പം സർവ്വജീവജാലങ്ങൾക്കും അസുഖങ്ങൾക്കും അല്ലെങ്കിൽ അവർക്കുള്ള പ്രതിരോധ ശേഷിക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പ്രതിവിധികൾ നമുക്കിവിടെ ലഭ്യമാണ്. നമസ്കാരം, അരുൺ മഹേന്ദ്രനാണ്. നമ്മുടെ ചാനലിൽ വന്ന ഒരുപാട് മെസ്സേജുകൾ കാരണമാണ് ഇന്ന് ഞാൻ ഈ ഒരു സ്ഥാപനത്തിൽ എത്തിയത്. നിങ്ങൾക്കില്ലേ, സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ക്യൂർവെൽ ഹോമിയോ ഫാർമസി, ഇതാണ് ആ ഒരു സ്ഥാപനം. ഈ ഒരു സ്ഥാപനത്തിൽ ഇവരുടെ കീഴിലുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. ആ പ്രോഡക്ട്സിൽ 1-2 പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങി ഉപയോഗിച്ച കർഷകർ സക്സസ്ഫുൾ ആയിട്ട് റിസൾട്ട് കിട്ടിയതിന് ശേഷം ഏതൊക്കെ പ്രോഡക്റ്റ്സ് ഇവർക്കുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ടീമിനെ കുറിച്ചൊന്ന് വീഡിയോ ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് നമുക്ക് വരുന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ 4 വർഷത്തിന് മുമ്പ് ഞങ്ങൾ ഇവരുടെ ഒരു വീഡിയോ ചെയ്തിരുന്നതാണ്. പക്ഷേ അത് പശു വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ കൊടുക്കുന്ന മെഡിസിനുകൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആയിരുന്നു. കുറഞ്ഞ വിലയിൽ കർഷകർ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മെഡിസിൻസും ഇവർ ചെയ്തിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇപ്പോഴും കിടപ്പുണ്ട്. എന്നാൽ ഇപ്പോൾ എല്ലാവിധ പ്ലാന്റ്സിനുമുള്ള എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് പ്ലാന്റ്സിനൊക്കെയുള്ള നല്ല മെഡിസിൻസ്, അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നല്ല ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെഡിസിൻസും ഈ ഒരു ടീം ചെയ്യുന്നുണ്ട്. ഇവരുടെ പ്രോഡക്ട്സിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. പ്രോഡക്ട്സ് പരിചയപ്പെടുത്തുക മാത്രമല്ല, ഒരുപാട് കർഷകർ ഈ ഒരു ടീമിനെ അല്ലെങ്കിൽ ഈ ഒരു ടീമിനെ അപ്രോച്ച് ചെയ്യാനുള്ളൊരു കാരണമുണ്ട്, അല്ലെങ്കിൽ ഇവരെ വിളിക്കാനൊരു കാരണമുണ്ട്. അതെല്ലാം ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. നമുക്കൊന്ന് അകത്തേക്ക് പോയി നോക്കിയാലോ? വന്നോളൂ. നമസ്കാരം. നമ്മളുടെ കമ്പനിയുടെ പേര് ക്യൂറൽ ഹോമിയോ ഫാർമസി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. 80 വർഷത്തിൻ്റെ ഒരു സേവന പാരമ്പര്യമുള്ള ഒരു സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു കമ്പനിയാണിത്. അപ്പോൾ അതിൻ്റെ സ്ഥാപകനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ വരുന്ന പരമ്പരയിലുള്ള ഡോക്ടർമാരാണെങ്കിലും ആ ഒരു ആഗ്രഹമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. നമ്മളുടെ ഓഫീസ് വരുന്നത് ആലുവയിലെ തോട്ടക്കാട്ടുകര GCD റോഡിലാണ്. ആലുവ മണപ്പുറത്തിന് സമീപമാണ്. അപ്പം നമ്മുടെ ഇവിടെ ഓഫീസ് പ്രവർത്തനം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:30 മണി വരെ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ടെലി കൺസൾട്ടേഷൻ ഉണ്ട്. ഞങ്ങൾക്ക് ഫാർമർ കെയർ സപ്പോർട്ട് സെൻ്റർ ആയിട്ടുള്ള ഒരു 10-15ഓളം കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഡോക്ടേഴ്സിൻ്റെ ആണെങ്കിലും സേവനം ലഭ്യമാണ്. അപ്പം കൺസൾട്ട് ചെയ്യുമ്പം ഡോക്ടറിൻ്റെ ഒരു കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ ഫാർമേഴ്സിന് ഡോക്ടേഴ്സായിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്കിപ്പം സർവ്വജീവജാലങ്ങൾക്കും മനുഷ്യൻ കൂടാതെയുള്ള സർവ്വജീവജാലങ്ങൾക്കുമുള്ള അസുഖങ്ങൾക്കും അല്ലെങ്കിൽ അവർക്കുള്ള പ്രതിരോധ ശേഷിക്കും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രതിവിധികൾ നമുക്കിവിടെ ലഭ്യമാണ്. അതിപ്പോൾ ഒരു സസ്യം, ഒരു ചെടി മുതൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കോഴി അല്ലെങ്കിൽ ഒരു പക്ഷി മുതൽ പശു, ആട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തു മൃഗങ്ങൾ അല്ലെങ്കിൽ വളർത്തു പക്ഷികൾ, വളർത്തു മത്സ്യങ്ങൾ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായിട്ട് വളർത്തുന്നതായിട്ടുള്ള മത്സ്യങ്ങൾ, ഈവൻ ഒരു ആനയ്ക്ക് വരെയുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിന്നിപ്പോൾ 2 ബ്രാൻഡ്സാണ് നമ്മളുടെ ക്യൂറൽ ഹോമിയോ ഫാർമസി രണ്ടിലുള്ളത്. ഹോമിയോ വെറ്റിനറി എന്ന് പറയപ്പെടുന്ന ഹോവറ്റ് എന്നുള്ളൊരു ബ്രാൻഡ്, അത് കൂടുതലും ഡയറി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ പോൾട്രി ആണെങ്കിലും പെറ്റ്സിനാണെങ്കിലും ആ ഒരു രീതിയിലുള്ള എല്ലാ പ്രോഡക്ട്സും അതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അഗ്രോ ഹോമിയോ എന്ന് പറയുന്ന 2ാമത്തെ ബ്രാൻഡ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കാർഷിക മേഖലയായിട്ട് അല്ലെങ്കിൽ വിളകളും സസ്യങ്ങളും എല്ലാമായിട്ടുള്ള ആ ഒരു മേഖലയിൽ നമുക്ക് കർഷകർക്ക് മികച്ച റിസൾട്ടുകൾ തന്നുകൊണ്ടിരിക്കുന്ന അഗ്രി ഹോമിയം അവൈലബിൾ ആണ്. നമുക്കിന്ന് ഇത് കൂടുതലും കേരളത്തിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് നമ്മളുടെ ഓതറൈസ് സെയിൽസ് അസോസിയേറ്റ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട്, ജിയോ മാർട്ട്, ഇതിലെല്ലാം ഇന്ന് ലഭ്യമാണ്. കൂടാതെ തന്നെ കമ്പനിയുടെ വെബ്സൈറ്റ്, ഓതറൈസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റിലൂടെയും ഈ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് നമ്മുടെ കോൺടാക്ട് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാർമർ സപ്പോർട്ട് സെൻറ്റേഴ്സ് നമ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എവിടെ നിന്നാണെങ്കിലും, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്നാണെങ്കിലും ഒരു കർഷകനെ സപ്പോർട്ട് ചെയ്യാനുള്ള സിസ്റ്റം നമുക്ക് ഇവിടെ സുസജ്ജമാണ്. ഇതൊക്കെ കണ്ടില്ലേ, എല്ലാ ചെടികൾക്കുമുള്ള സൊല്യൂഷൻ ഈ ഒരു റൂമിലുണ്ട്. ഈ 2 മെഡിസിൻ കണ്ടോ? ഈ 2 മെഡിസിൻ വാങ്ങി ഉപയോഗിച്ച കർഷകരാണ് നമ്മുടെ ചാനലിൽ മെസ്സേജ് അയച്ചിട്ട് ഇവരുടെ മറ്റ് പ്രോഡക്റ്റിനെ കുറിച്ച് അന്വേഷിച്ചത്. അതിൽ ഒന്നെന്ന് പറയുന്നത് പച്ചക്കറികൾക്കുള്ള മെഡിസിനാണ്. കണ്ടോ, ഓർഗാനിക് വെജ് പ്ലസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വാങ്ങി ഉപയോഗിച്ചവർക്ക് നല്ല റിസൾട്ടാണ്. അപ്പോൾ അവരാണ് കൂടുതലായിട്ട് മെസ്സേജ് അയച്ചത്. പിന്നെ കൂടാതെ ഇത് നോക്കിയേ,
ഫ്രൂട്ട് മാജിക് എന്ന് പറഞ്ഞിട്ട് പഴച്ചെടികൾക്കുള്ള മെഡിസിനാണ്. ഇതെന്ന് പറഞ്ഞാൽ ഏത് പഴച്ചെടി നമുക്ക് എളുപ്പത്തിൽ കായ്പ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നല്ല ക്വാളിറ്റിയിൽ, അത് നല്ല ക്വാളിറ്റിയിൽ നമ്മുടെ പ്ലാന്റിൻ്റെ അവസ്ഥ ഏതായാലും അതിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു മെഡിസിൻ കൊണ്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം ഒരുപാട് പേര് ഉപയോഗിച്ചു, നല്ല റിസൾട്ടാണ്. ഇതുപോലെ പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്കായാലും അല്ലെങ്കിൽ പഴച്ചെടികൾ കൃഷി ചെയ്യുന്നവർക്കായാലും ഇല്ലെങ്കിൽ വാഴത്തോട്ടം അതെല്ലാം ചെയ്യുന്നവർക്കായാലും ഏത് കാറ്റഗറി ആയാലും, ഇനിയിപ്പോൾ ഏലം ആവട്ടെ കുരുമുളകാവട്ടെ, ഏത് കാറ്റഗറിയിലുള്ള കൃഷി ചെയ്യുന്നവർക്കായാലും ഇവരുടെ മെഡിസിൻ എല്ലാ കാറ്റഗറിയിലേക്കുള്ള മെഡിസിൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം നമുക്ക് കർഷകർക്ക് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഇവർ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, നേരത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ മറ്റു ഒരു കമ്പനിക്ക് അവകാശപ്പെടാൻ പറ്റാത്ത ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ട്. ഓഫീസിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് 10ഓളം പേരടങ്ങിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ കസ്റ്റമർ കെയർ ടീമിനെയാണ്. നിങ്ങൾ കോൾ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം കണക്ട് ആവുക ഇവരിലേക്കാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ ഡോക്ടർമാരിലേക്ക് കോൾ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. ഇതേ കണ്ടില്ലേ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എപ്പോഴും ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇവരിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കസ്റ്റമർ കെയർ ടീമിനോട് കോൾ എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാം. നിങ്ങളുടെ ചോദ്യം ഏതായാലും, അത് പ്ലാന്റ്സിനെ കുറിച്ചിട്ടായാലും അല്ലെങ്കിൽ പെറ്റ്സിനെ കുറിച്ചിട്ടായാലും എന്ത് കാര്യം ചോദിച്ചാലും അതിൻ്റെ നിലവിലെ അവസ്ഥ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ മറുപടി ഡോക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതിനുള്ള മെഡിസിൻ, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ കെയർ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഇവർ ഈ ഒരു ടീം നിങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി തരും. ഇങ്ങനൊരു ഫെസിലിറ്റി മറ്റു കമ്പനിക്കാർ ആരും തന്നെ ചെയ്തു തരുന്നില്ല. ഇത് തീർച്ചയായിട്ടും കർഷകർക്ക് വളരെ ഉപകാരപ്രദമായ ഒന്നായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു സംശയം ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ഗവൺമെൻറ് സെറ്റപ്പൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ഒരു കമ്പനി നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട മെഡിസിൻ അത് എങ്ങനെ കൊടുക്കണം, എത്ര അളവിൽ കൊടുക്കണം, എല്ലാ കാര്യങ്ങളും ഇവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഈ ഒരു സേവനം കർഷകർക്ക് തികച്ചും ഫ്രീ ആണ്. അപ്പോൾ അതാണ് മറ്റുള്ള കമ്പനിയിൽ നിന്നും ഈ ഒരു കമ്പനിയെ വ്യത്യസ്തമാക്കുന്നത്. ഹായ്, ഐ എം ഡോക്ടർ ആൻമേരി. നമുക്ക് ഹൊവറ്റിൻ്റെ പെറ്റ്സിന് എല്ലാ പെറ്റ്സിനും കൊടുക്കാവുന്ന മെഡിസിനാണ് ഹൊവറ്റിൻ്റെ ക്യൂർവെറ്റ് 1 എന്ന് പറയുന്നത്. അവരുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഡെവലപ്പ് ചെയ്യാനായിട്ടും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹനമൊക്കെ ഒന്ന് കറക്റ്റ് ആവാനും മൊത്തത്തിൽ ശരീരം നന്നാവാനും രോമങ്ങളെല്ലാം നല്ല ഗ്ലേസിംഗ് ആയിട്ട് വരാനും എല്ലാത്തിനുമായിട്ട് നമുക്ക് കൊടുക്കാവുന്ന മെഡിസിനാണ് ഹൊവറ്റിൻ്റെ ക്യൂർവെറ്റ് 1. അതുകൂടാണ്ട് നമുക്ക് വേറെ പല മെഡിസിൻസും അവൈലബിൾ ആണ്. ഹായ്, ഐ എം ഡോക്ടർ അഖില. നമുക്ക് ബാക്കി എല്ലാ അസുഖങ്ങൾക്കും, സ്കിൻ കംപ്ലയിൻസ്, വരയുടെ അസുഖങ്ങൾ, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്, അങ്ങനെ ബാക്കി എല്ലാ കംപ്ലയിൻസും പെറ്റ്സിന് വരുന്ന എല്ലാത്തിനും നമുക്ക് ഹോവറ്റിൽ മെഡിസിൻസ് അവൈലബിൾ ആണ്. എല്ലാത്തിനും ഡോക്ടർ കൺസൾട്ടേഷനും അവൈലബിൾ ആണ്. ഏതൊരു കാര്യം ഞങ്ങൾ വെറുതെ പറയുന്നതിനേക്കാളും അത് ഉപയോഗിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കർഷകൻ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് കാര്യങ്ങൾ ക്ലിയർ ആവും. അപ്പോൾ ഞാനത് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു തെങ്ങ് കർഷകനാണ്. ഒന്ന് പരിചയപ്പെടുത്താമോ? പിന്നെ എൻ്റെ പേര് ജോസ്. ഓക്കെ. സ്ഥലം എറണാകുളം ജില്ലയിൽ അയ്യമ്പുഴ പഞ്ചായത്തിലാണ്. ഏകദേശം എത്ര തെങ്ങുകൾ ഇപ്പോൾ നോക്കുന്നുണ്ട്? ഞാനിപ്പോൾ എനിക്ക് തൊഴിൽ തെങ്ങേറ്റമാണെങ്കിലും തെങ്ങിനെ സംരക്ഷിക്കുന്ന ഒരു മേഖലയിൽ കൂടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് തെങ്ങേറ്റത്തിന് ഉപരി അതിനെ തെങ്ങിനെ പരിപാലിക്കുകയും ഞാനിപ്പോൾ ഒരു 3 വർഷത്തോളമായി തെങ്ങിനെ മരുന്ന് ചെയ്ത് തുടങ്ങിയിട്ട് 19 വർഷം 28 വർഷമായി തെങ്ങ് കയറ്റാൻ തുടങ്ങിയിട്ട്. ഏകദേശം എത്ര തെങ്ങിൽ ഈ മരുന്ന്? ഇപ്പം ഞാനൊരു 1400 തെങ്ങോളം ഞാനിപ്പോൾ നിലവിൽ ഇവിടെ മരുന്ന് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ മരുന്നാണ് ചെയ്യുന്നത്? അഗ്രോ കെയർ ഉപയോഗിച്ചിട്ടുണ്ട്, മാക്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ മരുന്നും ഞാൻ ഈ 2 മെഡിസിനാണ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താ തെങ്ങിനുണ്ടാകുന്ന മാറ്റം? ആദ്യം ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ് ചെല്ലുമ്പോൾ. പിന്നെ ഞാനത് പറഞ്ഞ് അവരെ മനസ്സിൽ ബോധ്യപ്പെടുത്തി 10 തെങ്ങുള്ളവർക്ക് ഒരു തെങ്ങ് ചെയ്യും. അവർക്കത് ബോധ്യം വന്നു കഴിയുമ്പോൾ ജോസേട്ടാ മരുന്ന് ചെയ്യണമെന്ന് പറയും. അങ്ങനെ ആ 10 തെങ്ങിനെയും അത് കഴിയുമ്പോൾ അവർ പറയും, അവരടുത്ത റിലേഷനെ വിളിച്ച് പറയും, ഇതെങ്ങനെ ഞങ്ങൾ ചെയ്തിട്ട് നല്ല റിസൾട്ടാണ്, ജോസേട്ടനെ ബന്ധപ്പെടണമെന്ന് പറയും. ഞാൻ ഒന്നുകിൽ ഈ മരുന്നിൻ്റെ കമ്പനീനെ ബന്ധപ്പെടും, അല്ലെങ്കിൽ ഞാൻ നേരിട്ടാണ് 99% ചെയ്യാറ്. ഈ ഒരു തെങ്ങിൽ ചെയ്യുമ്പോൾ അത് മാറ്റം മനസ്സിലാവുന്ന പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും. എന്ത് മാറ്റമാണ് മനസ്സിലാവുന്നത്? ഞാൻ ആദ്യം ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആ ഒരു തെങ്ങിന് ചെയ്യുന്ന ആദ്യം വീഡിയോ എടുത്തിട്ട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, അത് കൈപ്പിടിക്കും. എന്നിട്ട് അവർ പറയും കറക്റ്റ് 3-ാം മാസത്തിൽ നിന്ന് ഞാൻ ആ മരുന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ കാണുമ്പോൾ അവരെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് വിശ്വാസം. മറ്റു തെങ്ങുകൾ വെച്ച് നോക്കുമ്പോൾ ഇതിൽ കൃത്യമായിട്ട് വ്യത്യാസം ഉണ്ടാവും. 100% വ്യത്യാസം. അപ്പോൾ അങ്ങനെ ആ വിളവിലാണോ പറയുന്നത്? വിളവിലും രോഗത്തിലും മാറും. ആദ്യം രോഗം മാറും, അതിയുമ്പോൾ പിന്നെ നാം ആ കൊടുത്ത് കൂടെ വളവും കെട്ടുകൊടുത്ത് തെങ്ങ് പരിപാലിച്ച് മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. അപ്പോൾ വളത്തിനോടൊപ്പം ഈ മരുന്ന് കൂടി അതാണ് രീതി. അപ്പോൾ നിലവിൽ ഈ മരുന്ന് ഇപ്പോൾ 1400 തെങ്ങുകളോളം ചെയ്യുന്നുണ്ട്. എറണാകുളം ജില്ല വിട്ടുകൊണ്ട് പാലക്കാടും വരെ ഞാൻ ഈ മരുന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയുണ്ട്, എറണാകുളം ജില്ലയുണ്ട്, പാലക്കാട്, വയനാട്. എൻ്റെ സ്വന്തം സ്ഥലം വയനാടാണ്. അവിടെ ഞാൻ പോയൊരു 10-30 തെങ്ങിന് ചെയ്തിട്ടുണ്ട്. അതിനിപ്പോൾ ചെയ്തിട്ട് 5 ദിവസമായിട്ടില്ല. ഈ വീഡിയോ കാണുന്ന തെങ്ങ് കർഷകരോട് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ മരുന്ന് ആദ്യം ഒന്ന് വാങ്ങി ഉപയോഗിച്ചിട്ട് നിങ്ങൾ 100 തെങ്ങുള്ളവൻ ഒരു 10 തെങ്ങിന് ചെന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൺവീൻസ് ആയിട്ട്
100% ഞങ്ങൾക്കത് ഉപയോഗപ്രദമാണ്. ഞാൻ 28 വർഷമായിട്ട് തെങ്ങിനെ പരിപാലിക്കുന്ന ആളാണ്. പക്ഷേ എനിക്ക് മരുന്നിനോട് വളരെ അധികം ഒരു ഭയങ്കര അടുപ്പം, അതായത് ഭയങ്കര വിശ്വാസമാണ് എനിക്ക്. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും എത്തിക്കാനുള്ള ആത്മബന്ധമുണ്ട്. അതെ, ഞാൻ ഇപ്പോഴും തന്നെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹാപ്പിയാണ്, 100% ഹാപ്പിയാണ്. കർഷകർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന, നിലവിൽ ഏറ്റവും കൂടുതൽ കർഷകർ ഉപയോഗിക്കുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് ഞങ്ങൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അതിന്റെ ഉപയോഗവും എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായി കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ സാർ, അപ്പോൾ ആദ്യം അതാ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനു മുമ്പ് ഈ ഒരു അഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഒരു തറവായിട്ടുള്ള ഒരു R&D ചെയ്തതിന് ശേഷം ആണ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ വീടുകളിൽ വളർത്തുന്ന ചെറിയൊരു ചെടി മുതൽ, അല്ലെങ്കിൽ ഒരു പച്ചക്കറി മുതൽ, ഒരു പ്ലാവോ മാവോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വാഴയോ, അല്ലെങ്കിൽ ഏത് വലിയൊരു തെങ്ങിന് പോലും മികച്ച രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്ന മെഡിസിൻസാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഇപ്പോൾ കർഷകനാണെങ്കിലും നമ്മൾ വീട്ടിലുള്ള ഓരോരുത്തരാണെങ്കിലും നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെടിക്ക് എന്തെങ്കിലും ഒരു കീടം അറ്റാക്ക് ചെയ്ത് അല്ലെങ്കിൽ അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യുന്നുള്ളൊരു പ്രശ്നമാണുള്ളത്. അപ്പം അതിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ നമുക്ക് ആഗ്രോ കെയർ പ്ലസ് എന്ന് പറയുന്ന നമ്മുടെ മെയിൻ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ അത് എല്ലാ തരത്തിലുള്ള, ഇപ്പോൾ ഇവന് ചെറിയൊരു ചെടി മുതൽ വലിയൊരു തെങ്ങിന് വരെ ഈ വരാൻ സാധ്യതയുള്ള എല്ലാ അസുഖങ്ങൾക്കും ഉള്ള പ്രതിവിധിയാണ്. അപ്പോൾ അത് കൊടുക്കുന്നതിലൂടെ ആക്ച്വലി അത് ഈ പറഞ്ഞ കീടത്തിൻ്റെ അറ്റാക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മണ്ടരി പോലത്തെ ഒരു അസുഖങ്ങൾ വരെ അതിനെ ക്യൂർ ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് പ്രധാനപ്പെട്ട് വരുന്നത് നമ്മളിപ്പോൾ ഈ പറയുന്ന ചികിത്സിക്കുന്ന എല്ലാ പ്ലാന്റ്സിനും അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ മരങ്ങൾക്കും നല്ല നല്ല വിള കിട്ടാന്നുള്ളത്, കായ്ഫലം കിട്ടാന്നുള്ളതാണ് എല്ലാം ആഗ്രഹിക്കുന്നത്. കർഷകനാണെങ്കിലും വീട്ടിൽ നമ്മൾ വളർത്തുന്നവരാണെങ്കിലും. അപ്പോൾ ഏത് തരത്തിലുള്ള വലിയ മരങ്ങൾക്കും മികച്ച കായ്ഫലം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് മാക്സി ക്രോപ്പ് പ്ലസ് എന്ന് പറയുന്നത്. ഇതും കർഷകന് വലിയൊരു അനുഗ്രഹമാണ്. പ്ലാവായാലും മാവായാലും ഏത് രീതിയിലുള്ള വലിയ മരങ്ങൾക്കാണെങ്കിലും. അപ്പം അതിന് ഈ പറഞ്ഞാലും മികച്ച കായ്ഫലം കിട്ടാനും അതിൻ്റെ വളർച്ച, അതുപോലെ തന്നെ അതിൻ്റെ ഫ്രൂട്ട്, അതായത് അതിലുണ്ടാകുന്ന ഉൽപ്പന്നത്തിന് ഉള്ള ക്വാളിറ്റിയും ഇതിൽ നിന്നും പറ്റുകയാണ്. കാരണം ഈ ഒരു കർഷക റിലേറ്റഡ് അല്ലെങ്കിൽ കൃഷി റിലേറ്റഡ് ആയിട്ട് ഉൽപ്പന്നത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ബൂസ്റ്ററോ ഒന്നുമല്ല. അതായത് മണ്ണിൽ നിന്ന് ഈ പറയുന്ന വൃക്ഷത്തിനോ അല്ലെങ്കിൽ ചെടിക്കോ കിട്ടുന്ന എല്ലാ മൂല്യങ്ങളും, അതിൽ ന്യൂട്രിയൻസ് ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ, മിനറൽസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കിട്ടുന്നത് അതിൻ്റെ വേരുകളിൽ നിന്ന് വലിച്ച് ഇത് മുകളിൽ വരെ എത്തിച്ച് ആ കായ്ക്ക് നല്ലൊരു ഫലം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സഹായത ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മരുന്ന് കൊടുക്കുന്നതിലൂടെ ഇവർക്കിത് വലിച്ച്, ഇപ്പം മനുഷ്യനെ പോലെ തന്നെ, മനുഷ്യൻ്റെ ചയാപചയം നടക്കുന്ന പോലെ തന്നെ ഈ മരുന്ന് അബ്സോർബ് ചെയ്ത് അതിനുള്ള പ്രൊഡക്ഷൻ ബെസ്റ്റ് ആക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ സാർ, ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണ്? ഇത് ബേസിക്കലി ഇത് വെള്ളത്തിൽ, ഇതിപ്പം നമ്മൾ ഗ്ലോബുൽസ്, അതായത് ചെറിയ നമ്മുടെ ഹോമിയോ മരുന്നുകൾ എല്ലാവർക്കും പരിചിതമായിരിക്കും, ചെറിയ ഗുളികളുടെ രൂപത്തിൽ വരുന്നത്. അത് വെള്ളത്തിൽ, അതിൻ്റെ ഓരോ മെഡിസിനും അതിന് മിക്സ് ചെയ്യേണ്ട പ്രൊപ്പോർഷൻ പറഞ്ഞിട്ടുണ്ട്. അത് ചിലതിൽ 5 ലിറ്റർ വെള്ളത്തിലായിരിക്കും, ചിലത് 3 ലിറ്റർ. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഏതൊരാൾക്ക് പോലും, ഒരു കുട്ടിക്ക് പോലും കൊടുക്കാൻ വളരെ ഈസിയർ ആയിട്ടുള്ള ഒരു ഇതാണുള്ളത്. വെള്ളത്തിൽ മിക്സ് ചെയ്ത്, ആ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ മരുന്ന് ഇതിൽ ചേരുമ്പോൾ അത് ഈ പറയുന്ന ഡൈല്യൂട്ട് ചെയ്തിട്ട് ഈ മരത്തിൻ്റെയോ ചെടിയുടെയോ വേര് നനയുന്ന രീതിയിലാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ നമുക്കിപ്പോൾ 15 ദിവസം കൂടുമ്പോൾ കൊടുക്കുന്നുണ്ട്, മാസത്തിലൊരിക്കൽ ചെയ്യുന്ന രീതിയിലുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോ ക്രോപ്പിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് അടയ്ക്കാമരം അല്ലെങ്കിൽ അടയ്ക്ക കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനും അടയ്ക്കാമരത്തിന് നല്ല കായ്ഫലങ്ങൾ കിട്ടാനും അതിന് അസുഖങ്ങളൊന്നും വരാതെ പ്രതിരോധിച്ച് കൊണ്ടുപോകാനും അരേക്കർ ബൂസ്റ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റബ്ബറിന് വില കൂടുമ്പോഴും കർഷകർ അതിനോട് താല്പര്യമുണ്ട്. എന്നിരുന്നാലും ആ റബ്ബർ മരത്തിന് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള, അതായത് ചുരത്തിൽ, റബ്ബർ മരത്തിൽ ചുരത്തിൽ തന്നെയാണ് പറയുക. അപ്പോൾ അതിൻ്റെ നല്ല രീതിയിലുള്ള ഈ പറഞ്ഞ ചുരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മെഡിസിനാണ് റബ്ബർ ആക്സി പ്ലസ് എന്നുള്ള പ്രൊഡക്റ്റ്. വാഴ കർഷകർക്ക് വളരെ അനുഗ്രഹമായിട്ടുള്ള പ്രൊഡക്റ്റാണ്. കാരണം അവരെ സംബന്ധിച്ച് ഇപ്പം പ്രകൃതിയുടെ ശോഭങ്ങൾ മൂലമല്ലാത്തതായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ഒരു പ്രതിരോധമാണ് ശരിക്കും പറഞ്ഞാൽ ബനാന ബൂസ്റ്റ് എന്നുള്ള പ്രൊഡക്റ്റ്. അതും അവർക്ക് ഈ വാഴ കൃഷിയുടെ 6 മാസം കാലഘട്ടത്തിൽ, അല്ല 6 to 8 months കാലഘട്ടത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ അസുഖങ്ങളൊന്നും വരുന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ വാഴക്കുല അല്ലെങ്കിൽ നേന്ത്രനാണെങ്കിലും പൂവനാണെങ്കിലും എന്താണെങ്കിലും പഴത്തിനുള്ള ക്വാളിറ്റിയും മികച്ചതായിട്ട് കിട്ടുന്നുണ്ട്. അതാണ് നമ്മുടെ ബനാന ബൂസ്റ്റ് എന്ന പ്രൊഡക്റ്റ്. അടുത്തത് നമ്മൾ ഇത് കൂടാതെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഫ്രൂട്ട്സും അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളെല്ലാം ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റംബൂട്ടാൻ അല്ലെങ്കിൽ എക്സോട്ടിക് ആയിട്ടുള്ള ഒത്തിരി ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്ന കർഷകരുന്നുണ്ട്. കാരണം അതിൻ്റെ വാണിജ്യ സാധ്യത കണക്കാക്കിയിട്ട് അവർക്കും ഈ പറഞ്ഞ പോലെ അതിനും ഈ പറഞ്ഞ ഇത്രയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന് റിസൾട്ട് കിട്ടുമ്പോൾ ആ കായ്ക്ക് ഫലമില്ലെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞാൽ അതിനൊരു ക്വാളിറ്റി ഇല്ലെങ്കിൽ ഒന്നിനും കാര്യമില്ലല്ലോ. അതിന് മികച്ചൊരു റിസൾട്ട് കിട്ടാൻ നമ്മൾ ഈ ഫ്രൂട്ട് മാജിക് എന്ന പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് ഈ പറഞ്ഞ പോലെ കോണ്ടിമെന്റ്സിൽ അല്ലെങ്കിൽ സ്പൈസസിൽ കൃഷി ചെയ്യുന്ന ഒത്തിരിയധികം കർഷകരുണ്ട്. അതിലിപ്പം പെപ്പറും കാടമും ഏലവും അല്ലെങ്കിൽ കുരുമുളകും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ റേറ്റ് കയറി നിൽക്കുന്നതാണ്. അപ്പം അത്തരത്തിലുള്ള കർഷകർക്കും വളരെ ആശ്വാസമായിട്ട് നമ്മുടെ ഈ പെപ്പർ മാക്സി പ്ലസും അതുപോലെ തന്നെ
കാർഡമം പ്ലസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഒത്തിരിയധികം കർഷകർ യൂസ് ചെയ്തിട്ട് വളരെ നല്ല റിസൾട്ടുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ യൂസ് ചെയ്ത കർഷകരുടെ ഒക്കെ ഫീഡ്ബാക്ക് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? തീർച്ചയായും വീഡിയോ ലെങ്ത് ഒരുപാട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്യാത്തത്. തീർച്ചയായിട്ടും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഒരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഇപ്പോൾ കോവിഡിന് ശേഷം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീടുകൾക്കുള്ളിലും ഈ പറഞ്ഞ മനുഷ്യന് സംസാരിക്കാനായിട്ട് ഇപ്പം മൃഗങ്ങളുള്ള പോലെ തന്നെ അല്ലെങ്കിൽ പെറ്റ്സ് ഉള്ള പോലെ തന്നെ പ്ലാന്റ്സ് വളർത്തുന്നുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഇൻഡോർ പ്ലാന്റ്സിന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ ഒത്തിരിയധികം നഴ്സറി അതിന് പ്രത്യേകമായിട്ട് തന്നെ കണക്കാക്കി ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സിന് സ്പ്രേ രൂപത്തിൽ, അതായത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിൻ്റെ ഇലയ്ക്കും അല്ലെങ്കിൽ വേരിനും കിട്ടുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാവുന്ന ഇൻഡോർ പ്രോഡക്ട്സ്, ഇൻഡോർ മാജിക് എന്ന് പറയുന്നത് ഇൻഡോർ പ്ലാന്റ്സ് എന്നുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ വീട്ടിലെ മുറ്റത്ത് വളർത്തുന്നതായിട്ടുള്ള എല്ലാ ഫ്ലവറിംഗ് പ്ലാന്റ്സിനും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ കേടുകളൊന്നും വരാതിരിക്കാനും ഇല ഒഴിച്ചിൽ ഈ പൂ തന്നെ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യാനും എല്ലാം ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ വീടുകളിൽ ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറി എല്ലാവരും പലരും ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് പേര് വരുന്നുണ്ട്. അതുപോലെ ഓർഗാനിക് ഫാർമേഴ്സും ഒത്തിരിയധികം വരുന്നുണ്ട്. അപ്പോൾ അവിടെയും ഞാൻ പറഞ്ഞ പോലെ ഈ സോയിൽ നമ്മളിന്ന് നട്ട് വളർത്തുന്ന മണ്ണിനും ദോഷം വരാത്തത്. ഹോമിയോപ്പതിയിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിത് നടുന്ന മണ്ണിനും, അല്ലെങ്കിൽ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം എൻവയൺമെൻറ്റ് ഡേ ആയിരുന്നു, പരിസ്ഥിതിക്ക് പോലും ഒരു ദോഷം വരാത്ത ഒരു മെഡിസിൻ കൊടുക്കുക എന്നുള്ളത് നമുക്കെല്ലാം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അപ്പോൾ അത് പച്ചക്കറി വളർത്തുന്ന ഒരു കർഷകന് ഇത് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കായ് അല്ലെങ്കിൽ ഫലം അല്ലെങ്കിൽ പച്ചക്കറിയിൽ നിന്ന് ആ മനുഷ്യൻ കൺസ്യൂം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ദോഷം വരാത്ത രീതിയിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ്. അപ്പോൾ അതിന് നമുക്ക് ഓർഗാനിക് വെജ് പ്ലസ് എന്ന പ്രോഡക്റ്റ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഡയറി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കോംബോ പാക്കാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പാക്കിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇത് മെയിനായിട്ട് നമുക്ക് കർഷകർക്ക് ഒരു ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു കോംബോ പാക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇത് എല്ലാ കർഷകർക്കും ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ കൈവശം വെക്കാവുന്ന ഒരു മെഡിസിൻ തന്നെയാണ്. ഇതിൽ 3 മെഡിസിനാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്യൂറേറ്റ് 1, ക്യൂറേറ്റ് 3, ബോറാക്സ് എന്നിങ്ങനെ 3 മെഡിസിനാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതിൽ ക്യൂറേറ്റ് 1 എന്ന് പറഞ്ഞ മെഡിസിൻ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂടാനായിട്ട്, ദഹനം കറക്റ്റ് ചെയ്യാനായിട്ട്, പാലുൽപാദനം വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. രോഗപ്രതിരോധ ശേഷി കൂടുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് ഒട്ടുമിക്ക അസുഖങ്ങളിൽ നിന്നുള്ളൊരു പ്രിവെൻഷൻ നമുക്ക് എന്തായാലും ലഭിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് പ്രോപ്പർ ഡയഷൻ കിട്ടുമ്പോൾ ശരീര വളർച്ചയ്ക്ക് അല്ലെങ്കിൽ പാലുൽപാദനം കൂടാനൊക്കെ ആയിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിനും കൂടിയാണ്. അതുകൂടാതെ തന്നെ നമുക്ക് കൊടുക്കുന്ന ഫുഡിൽ നിന്ന് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡയഷൻ നടത്തിയിട്ട് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ അബ്സോർബ് ചെയ്തിട്ട് കാൽസ്യം ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള കഴിവും കൂടി കൊടുക്കുന്ന ഒരു മെഡിസിനും കൂടിയാണ്. പിന്നെ രണ്ടാമത്തെ മെഡിസിൻ ആയിട്ട് വരുന്നത് ക്യൂറേറ്റ് 3 എന്നുള്ളതാണ്. അത് നമുക്ക് എല്ലാ കർഷകരിലും നേരിടുന്ന ഒരു അസുഖം തന്നെയാണ് അകിട് വീക്കം എന്ന് പറയുന്നത്. ആ അകിട് വീക്കത്തിനെ നമുക്ക് പ്രതിരോധിക്കാനും വന്നാൽ തന്നെ ട്രീറ്റ് ചെയ്യാവുന്ന ഒരു മെഡിസിൻ തന്നെയാണ് നമ്മുടെ ക്യൂറേറ്റ് 3 എന്ന് പറയുന്നത്. നമ്മൾ ആദ്യത്തെ സ്റ്റേജ് ആയിട്ട് നിൽക്കുന്ന നീര്, കല്ലിപ്പ്, ആ സ്റ്റേജിൽ വരുന്ന ആ ഒരു അസുഖത്തെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു മെഡിസിനിലൂടെ പറ്റും. അതുകൂടാതെ തന്നെ നമുക്കിപ്പോൾ അറിയാലോ, അകിട് വീക്കം ശ്രദ്ധിക്കപ്പെടാതെ ആയാൽ സ്റ്റേജസുകൾ മാറിക്കൊണ്ടിരിക്കും. പാലിൽ തരിതരി പോലെ കാണാൻ സാധിക്കും, പാലിൽ ബ്ലഡിന്റെ അംശം കാണാൻ സാധിക്കും, പഴുപ്പാകും. അപ്പൊ അതിനൊക്കെ ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു രണ്ടാമത്തെ ഘട്ടം എന്നുള്ള പാലിൽ തരിതരി ആയിട്ടുള്ള സ്റ്റേജിന് വേണ്ടിയിട്ട് നമുക്ക് ബോറാക്സ് എന്നുള്ള മെഡിസിൻ കൂടി നമ്മൾ ഈ ഒരു പാക്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു 3 മെഡിസിൻ്റെ കോംബോ പാക്ക് ആയിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. ക്യൂറേറ്റ് 1, 3, ബോറാക്സ്. അപ്പൊ നമുക്ക് ഇതിന് MRP വരുന്നത് 1050 രൂപയാണ്. പക്ഷെ നമ്മുടെ കമ്പനിയുടെ ഒരു 80ാമത് വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു 10% ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 945 രൂപയ്ക്കാണ് നമ്മളിതിപ്പോൾ കർഷകർക്ക് നൽകുന്നത്. അതെ, ഇത് എല്ലാ കർഷകർക്കും കൂടുതൽ ആശ്വാസം തന്നെയാണ്. ഒരു അസുഖം വന്നാൽ തന്നെ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചാൽ തന്നെ അത്ര ആശ്വാസം തന്നെയാണ് കർഷകർക്ക്. സോ ഈ ഒരു പാക്ക് കൂടുതൽ ഹെൽപ്ഫുൾ തന്നെയായിരിക്കും കർഷകർക്ക്. ഡോക്ടർ, ഈ ഡയറി മേഖലയിൽ ഏറ്റവും കൂടുതൽ കർഷകർ ചോദിക്കുന്ന ചോദ്യവും അതിനുള്ള സൊല്യൂഷനും അതാണ് എനിക്ക് അറിയേണ്ടത്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഏതൊക്കെ രോഗത്തിന്റെ പേരിലാണ് അവർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന സംശയങ്ങൾ ചോദിക്കുന്നത്? നമ്മൾക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നത് തൈലേരിയ, ലംബി സ്കിൻ എന്ന് വെച്ചാൽ നമുക്ക് ചർമ്മത്തിനുണ്ടാകുന്ന മുഴകൾ, അതുപോലെ തന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളമ്പ് രോഗമാണ്. മെയിനായിട്ട് തൈലേരി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള പശുക്കൾ കൊണ്ടുവരിക, അവർക്ക് ഹീറ്റ് സ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ് മെയിനായിട്ട് ഇത് വരുന്നത്. അതിൽ മെയിനായിട്ട് അതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ എക്സ്ട്രാ സലൈവേഷൻ ഉണ്ടാവുക, എന്നുവെച്ചാൽ ഉമിനീര് നല്ല രീതിക്ക് വരിക, അതുപോലെ തന്നെ വീക്ക്നെസ്, എണീക്കാനുള്ള ബുദ്ധിമുട്ട്, കിതപ്പ് ഉണ്ടാവുക, അതൊക്കെയാണ് മെയിൻ ഇതിൻ്റെ ലക്ഷണം. അതിൽ നമുക്ക് ഏറ്റവും നല്ല പ്രതിവിധി തന്നെ നമ്മുടെ ഹോമിയോ മെഡിസിന് ചൈന എന്നുള്ളൊരു മെഡിസിൻസ് ഉണ്ട്, പേറ്റന്റ്. അത് കൊടുത്താൽ തന്നെ അത് പ്രതിരോധമായിട്ടാണെങ്കിലും നമുക്ക് ക്യൂറായിട്ടാണെങ്കിലും ഇത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്.
ഈ ഒരു മെഡിസിൻ മാത്രം മതി? ഈ ഒരു മെഡിസിൻ തന്നെ മതി. നമുക്ക് പേറ്റന്റ് അത്യാവശ്യം നമുക്ക് റിസൾട്ട് ഉള്ള മെഡിസിൻസ് ആണ് ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, വാങ്ങിയ കർഷകർക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെഡിസിൻ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കർഷകരിലേക്ക് എത്തുന്നത്? അതെ, അവർക്ക് പറ്റുന്ന രീതിയിൽ ലാഭകരമായിട്ടാണ് നമ്മൾ ആ മെഡിസിൻസ് എത്തിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് വിളിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നേരിട്ട് കസ്റ്റമർ കെയറിലായിരിക്കും. അതിൽ നിങ്ങളുടെ ചോദ്യത്തിന് ഒരു സൊല്യൂഷൻ ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡോക്ടറോട് തന്നെ നേരിട്ട് സംസാരിക്കാം അല്ലേ? അതിനുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും, പിന്നെ മെഡിസിൻ്റെ കാര്യവും അല്ലേ? അതുകൂടാതെ നമുക്ക് കുളമ്പ് രോഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മെയിനായിട്ട് നമ്മുടെ പശുക്കളിൽ കുമ്മള് പോലെ വായിലും നമ്മുടെ കുളമ്പിൻ്റെ മേളിലായിട്ടാണ് ഇത് വരുന്നത്. അതിൻ്റെ രോഗലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിൽ നീരുണ്ടാവുക, നല്ല രീതിയിൽ പനി വരിക, അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ട്. അത്യാവശ്യം അത് കൊടുക്കുമ്പോൾ തന്നെ ഒരുവിധം നമുക്ക് ആ രോഗങ്ങൾ മാറുകയും പയ്യെ കൊണ്ട് പശുക്കൾക്ക് ആ എണീക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിലും മൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണെങ്കിലും അത് മാറിക്കിട്ടുകയും ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ചർമ്മമുഴ. അത് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ മഴ സീസണിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള ഇപ്പോൾ അതിന്റെ സീസണാണ്. അതെ, ഇത് സീസണാണ്. അതുപോലെ തന്നെ ഇത് മെയിനായിട്ട് നമുക്ക് ഈച്ച ശല്യവും അതുപോലെ ഈ നമ്മളുടെ പട്ടുണി പോലെയൊക്കെ കടിച്ചിട്ടാണ് ഈ ചർമ്മരോഗം ഉണ്ടാവുക. അതിൻ്റെ മെയിൻ ലക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് നീര് വെക്കുക, പനി ഉണ്ടാവുക, അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിക്ക് ശരിക്കും നല്ല വായു ഈടുക വരിക. ഇതൊക്കെയാണ് മെയിൻ അതിൻ്റെ ലക്ഷണം ഉണ്ടാവുക. പിന്നെ നമ്മളുടെ മെഡിസിൻസ് എന്ന് പറയുമ്പം അത് കൊടുത്തിട്ട് നല്ല റിസൾട്ട് നമുക്ക് കാണാറുണ്ട്. അത്യാവശ്യം ഒരു 2 കോഴ്സ് തന്നെ പോകുമ്പോഴത്തേക്ക് നല്ല റിസൾട്ട് അതിലൂടെ നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കർഷകർ തുടർന്ന് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അവർക്ക് അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് അത് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും എത്തിക്കാനുള്ള സൗകര്യമില്ല നിലവിൽ. ഇവിടെ നേരിട്ട് വന്ന് ഇവരുടെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേക്കും ഒരു സാമൂഹിക പ്രതിബദ്ധതയോടെ വർക്ക് ചെയ്യുന്ന, ഒരേ മനസ്സോടെ വർക്ക് ചെയ്യുന്ന, അത് മാത്രമല്ല കർഷകരെ ഇത്രയധികം നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്ന ഒരു ടീമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു ടീമിലേക്ക് നിങ്ങൾക്കും ഈ വീഡിയോ കാണുന്നവർക്കും ജോയിൻ ചെയ്യാൻ ഒരു അവസരമുണ്ട്. സർ, അതിനെക്കുറിച്ച് പറയാമോ? നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപനവും അതിൻ്റെ എൻറ്റയർ റിസർച്ചിന് നേതൃത്വം വഹിച്ചിരുന്നതായിട്ടുള്ള ഡോക്ടർ വി വിജയാനന്ദ് മുന്നിൽ വെച്ചൊരു വലിയൊരു ആശയമുണ്ട്. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ, അതായത് ലോകാരോഗ്യ സംഘടന തന്നെ ആക്ച്വലി പറയുന്ന ഒരു വലിയൊരു സംഭവമാണ് വൺ ഹെൽത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മളെല്ലാവരും പരസ്പരം ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ഈ ലോകത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കുന്നത്. അതെ, അപ്പം ഞാൻ ആക്ച്വലി ഒരു പ്ലാന്റായിട്ടും അല്ലെങ്കിൽ ഒരു അനിമലുമായിട്ടും കമ്മിറ്റഡ് ആണ്. അപ്പം ഞാൻ ആക്ച്വലി പ്ലാന്റിന് കൊടുക്കുന്ന ഒരു ന്യൂട്രീഷൻ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ബേസിസിലാണ് പ്ലാന്റ് എനിക്ക് തരുന്നത്. സിമിലർലി ഒരു കർഷകൻ ഒരു പശുവിനെ വളർത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കോഴിനെ വളർത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നം ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ ആ കർഷകൻ വിചാരിക്കണം. അപ്പോൾ ഈ ഒരു കമ്മിറ്റ്മെൻ്റ് എല്ലാം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ സയൻസാണ് ഹോമിയോപ്പതി. അപ്പോൾ ഇതിൽ ഇന്നിപ്പോൾ നമുക്ക് മോർ ദാൻ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ളതിനേക്കാളും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ഫൗണ്ടറിന് 1 ലക്ഷം കർഷകരിൽ ഇതിൽ ഏറ്റവും മിനിമം ഒരു സംഭവമാണ്. നമ്മൾ 145 കോടി പോപ്പുലേഷനുള്ള സ്ഥലത്ത് 1 ലക്ഷം കർഷകരൊന്നുമില്ല. അപ്പോൾ 1 ലക്ഷം കർഷകരിലൂടെയെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ അദ്ദേഹത്തിന് എത്തിക്കണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മളൊപ്പം ജീവിച്ചിരിപ്പില്ല, എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം സാക്ഷാത്കരിക്കാൻ ഞങ്ങളെല്ലാം പ്രതിബദ്ധരാണ്. അപ്പോൾ അതിൽ നേരത്തെ ചോദിച്ച പോലെ നമ്മുടെ സ്ഥാപനം കേരളത്തിൽ അങ്ങിങ്ങോളം ഈ പറഞ്ഞ കർഷകർക്ക് ഇത് കൊടുക്കുമ്പോൾ അവർക്ക് അതിനെ സർവീസ് ചെയ്യാനും പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യാനും കണ്ടിന്യൂ ചെയ്ത് പുതിയ കർഷകരിൽ എത്തിക്കാനും നമ്മൾ ഓതറൈസ്ഡ് സെയിൽസ് അസോസിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തസ്തികയിൽ ഒരു ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും അല്ലെങ്കിൽ ഈ ഒരു സാമൂഹിക പ്രതിബദ്ധത മനസ്സിൽ ക്യാരി ചെയ്യുന്ന ഓരോ യുവാക്കൾക്കും യുവതികൾക്കും ചെയ്യാൻ പറ്റുന്ന വലിയൊരു അവസരമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞുതരാൻ പറ്റും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് ഒരുപാട് വേക്കൻസി ഉണ്ട് അല്ലേ? കേരളത്തിൽ അങ്ങനെ 14 ജില്ലകളിലും ഉണ്ട്. ഓക്കെ, ഇനിയിപ്പം കേരളത്തിന് വെളിയിലുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അവർക്കും വിളിച്ച് അല്ലേ ഈ ടീമിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ നിലവിൽ ചെയ്യുന്ന കൃഷിയോടൊപ്പം അല്ലെങ്കിൽ നിങ്ങൾ നിലവിൽ ചെയ്യുന്ന ജോലിയോടൊപ്പം തന്നെ ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് ഒരു വരുമാന മാർഗമായിട്ട് ഇതിന് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും അല്ലേ സാർ? ഞാൻ നേരത്തെ അതുകൊണ്ട് പറഞ്ഞ ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള ഒരു മനസ്സുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും ക്യാരി ചെയ്യുന്ന ഒരാൾക്ക്, ഏതൊരാൾക്കും അതൊരു ഫുൾ ടൈം ആയിട്ടുള്ള ജോബാണെന്ന് നിർബന്ധമില്ല. അത് ചിലപ്പോൾ കർഷകരായിട്ടുള്ളൊരു പരിചയമായിരിക്കാം, അല്ലെങ്കിൽ ഒരു നഴ്സറി നടത്തുന്ന ആളായിട്ടുള്ള പരിചയമായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സാമൂഹിക പ്രതിബദ്ധതയായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കൃഷി ചെയ്യുന്ന ഒരാളായിട്ടുള്ളൊരു പരിചയമായിരിക്കും. അവർക്ക് അവരിലൂടെ ഈ പറഞ്ഞ നമ്മളുടെ മരുന്നുകൾ ഉപയോഗിച്ച് അവർക്കും ഒരു സാമൂഹിക പ്രതിബദ്ധത സ്പ്രെഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവർക്ക് ബേസിക്കലി അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ കർഷകരിൽ എത്തിക്കുന്നതായിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ വരുമാനത്തിന് നമുക്ക് വരുന്ന റവന്യൂവിൻ്റെ ബേസിസിലുള്ള ഒരു പെർസെൻറ്റേജ് അല്ലേ, അത് അവർക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു ടീമുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ ഒരു ടീമുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും.
നിലവിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതുപോലെ ജിയോ മാർട്ടിലും പിന്നെ കൂടാതെ ഇവരുടെ വെബ്സൈറ്റിലും ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇവരുടെ നമ്പർ ഞാൻ വെച്ചിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് നിങ്ങളുടെ പ്ലാന്റ്സിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ പെറ്റ്സിൻ്റെ അവസ്ഥ എന്താണ്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട മെഡിസിനുകൾ ഇവർ സജസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ വീടുകളിലേക്ക് ഇത് അയച്ചു തരുന്നതാണ്. വളരെ കുറഞ്ഞ വിലയിലാണ് ഇവരെല്ലാ പ്രോഡക്ട്സും സെയിൽ ചെയ്യുന്നത്. വെറും 250 രൂപ മുതലാണ് ഇവിടുത്തെ പ്രോഡക്റ്റുകളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. വർക്കിംഗ് ടൈമിൽ എപ്പോൾ വേണമെങ്കിലും രാവിലെ മുതൽ വൈകിട്ട് 5 മണി വരെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഇവരുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ കെയറിൻ്റെ സപ്പോർട്ടാണെങ്കിലും അല്ലെങ്കിൽ ഡോക്ടറുമായിട്ട് നേരിട്ട് സംസാരിക്കണമെങ്കിലും അതിനുള്ള അവസരം ഇവർ ഒരുക്കി തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കമ്പനിയുടെ കാര്യങ്ങൾ. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.